നമുക്കിന്നൊരു പരിപ്പ് കറി വെച്ചാലോ? പരിപ്പ് കറി വെക്കാനായി ഒന്നെങ്കിൽ പരിപ്പ് തലേദിവസം വെള്ളത്തിലിടണം, അല്ലെങ്കിൽ 3-4 മണിക്കൂർ മുൻപേ പരിപ്പ് വെള്ളത്തിൽ കുതിർക്കാൻ വെക്കുക. അതിനുശേഷം 1/4 കിലോ പരിപ്പ് കറി വെക്കാനായി സ്റ്റൗവിൽ വെച്ച് സ്റ്റൗ ഓൺ ചെയ്യുക. അതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർക്കുക. അതിനുശേഷം പരിപ്പ് തിളച്ച് ചാടാതിരിക്കാനായി 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുക. ഇനി ഇത് മൂടി വയ്ക്കുക. ആ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഇതിനായി 1 കപ്പ് തേങ്ങ ചിരകിയത്, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3 ചുവന്നുള്ളി, 3-4 വെളുത്തുള്ളി, കാന്താരി മുളക് എരിവിനനുസരിച്ച് എടുക്കുക. ഞാനിവിടെ 8-10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇവയെല്ലാം കൂടി നന്നായി മിക്സിയിലിട്ട് അരയ്ക്കുക. ഇനി സ്റ്റൗവിൽ വെച്ചിരിക്കുന്ന പരിപ്പ് തുറക്കാം. തലേദിവസം വെള്ളത്തിലിട്ട് വെച്ച പരിപ്പാണെങ്കിൽ 2 വിസിൽ അടിച്ചാൽ മതി. 3-4 മണിക്കൂർ മുൻപ് വെള്ളത്തിലിട്ടതാണെങ്കിൽ 3 വിസിലെങ്കിലും അടിക്കണം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. ഇത് നന്നായി ഇളക്കുക. അതിനുശേഷം ഇത് തിളയ്ക്കാൻ വെക്കുക. ഈ സമയം ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിൽ എണ്ണ ഒഴിക്കുക. ഈ എണ്ണയൊന്ന് ചൂടാവട്ടെ. എണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1 സ്പൂൺ കടുക് ഇടുക. അത് പൊട്ടിയ ശേഷം അതിലേക്ക് 3-4 ചുവന്നുള്ളി അരിഞ്ഞത് ഇടുക. ഇനി അതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും 3-4 വറ്റൽ മുളകും കൂടെ ഇടുക. ഇനി ഇത് തിളച്ച പരിപ്പിലേക്ക് ഒഴിക്കുക. അതിനുശേഷം ഇത് മൂടി വയ്ക്കുക. ഇതൊരു 3 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കുക. അങ്ങനെ നമ്മുടെ പരിപ്പ് കറി റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് പച്ചമോര് ഉണ്ടാക്കിയാലോ? അതിനായി 2 ഇഞ്ചി എടുക്കുക, 2 ഉള്ളി എടുക്കുക, 1 തണ്ട് കരിയാപ്പില എടുക്കുക, 2-3 പച്ചമുളകും എടുക്കുക. പച്ചമോര് ഉണ്ടാക്കാനായി ആദ്യം 1 കപ്പ് തൈര് മിക്സിയിൽ അടിച്ചെടുക്കുക. അതിനുശേഷം ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 1 തണ്ട് കരിയാപ്പില എന്നിവ എടുക്കുക. നേരത്തെ എടുത്തു വെച്ച പച്ചമോരിലേക്ക് ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക്, കരിയാപ്പില എന്നിവ ചേർക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക. അതിനുശേഷം നന്നായി ഇളക്കിയെടുക്കുക. ഇപ്പോൾ പച്ചമോര് റെഡിയായി. ഈ 2 റെസിപ്പീസും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.